ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവിച്ച ചക്കക്കുരു കൊണ്ട് നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഞാൻ എന്താ മിക്സി ജാറിലിട്ട് ചക്കക്കുരു ഇട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബ്രെഡ് കൂടെ ഇട്ട് ചക്കക്കുരും ബ്രെഡുമായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള അത് നല്ലതുപോലെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇടാം. 3 പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇടാം. ഇനി കുറച്ച് മല്ലിയില അതും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടി എന്നിവയെടുത്ത് ഇത് നല്ലതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ബ്രെഡും ചക്കക്കുരു ആയതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുഴഞ്ഞു വന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പാകത്തിന് കുഴച്ചെടുക്കാം. ഇതാ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല. നന്നായി കുഴച്ച് ഇതാ ഇങ്ങനെ കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു മുട്ട എടുത്ത് അത് ബൗളിൽ പൊട്ടിച്ച് വീഴ്ത്തി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി കലക്കി മാറ്റി വയ്ക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം. അതെന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ കുഴച്ച് വെച്ച ചക്കക്കുരുവിൻ്റെ മാവില്ലേ അത് കയ്യിലെടുത്ത് നന്നായി ഉരുട്ടി ഒരു വടയുടെ ഷേപ്പിന് ഇങ്ങനെ ചപ്പിച്ചെടുക്കാം. നല്ല കട്ടി വേണ്ട, നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ മതി. പരത്തി ഓരോന്നായി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉരുട്ടി പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ വടയും ആ മുട്ടയിൽ മുക്കി ആ ബ്രെഡ് ക്രംസിൽ മുക്കി ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് മറിച്ചും തിരിച്ചുവിട്ട് പൊരിച്ചെടുക്കാം. ഇവിടെ ഞാൻ എല്ലാം അതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത സൈഡ് മറിച്ചിട്ട് ഇവിടെ നന്നായി മൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ചക്കക്കുരു കട്ട്ലേറ്റ് ഇവിടെ തയ്യാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കക്കുരുവിൻ്റെ ഒരു ചെവ പോലും ഇല്ല. ചക്കക്കുരുവാണ് ഉണ്ടാക്കിയതെന്ന് ഇത് കഴിക്കുന്നവരാരും പറയുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്കക്കുരു കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കട്ട്ലേറ്റും നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് എണ്ണയിൽ ചൂടാക്കി നല്ലതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ചക്കക്കുരു കട്ട്ലേറ്റ് തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.